എന്താ ഗൗരി ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? ചെറിയൊരു കാര്യം പറയാനുണ്ട്. ചെറിയ കാര്യമല്ല, ഇത്തിരി വലിയ കാര്യം തന്നെയാ. സത്യം പറഞ്ഞാ എങ്ങനെയത് പറയണമെന്നോ ഞാൻ ആലോചിക്കുന്നത്. അത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശരിയാണോന്നും അറിയില്ല. അമ്മ തന്നെ പറ. ഒരു കല്യാണക്കാരിയാ. കല്യാണോ? ആർക്ക്? ഗൗരിയുടെ അനിയനെ അറിയില്ലേ നന്ദമോന്? നവീൻ. ആ അറിയാം, ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദുബായിലാണ്, ഇപ്പൊ അവധിക്ക് വന്നിട്ടുണ്ട്. അവനോടെ കല്യാണക്കാരൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ ആളൊന്ന് അയഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയെ ആലോചനകളൊക്കെ നോക്കുന്നുണ്ട്. അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വിവാഹം ഉറപ്പിക്കണമെന്ന എല്ലാവരുടെയും ആഗ്രഹം. ഞാൻ ഇന്നലെ വീട്ടിൽ പോയിരുന്നു. ഇവിടെ എല്ലാവരുടെയും കാര്യം അവനറിയാം. നിങ്ങളുടെയൊക്കെ ഫോട്ടോസും കണ്ടിട്ടുണ്ട്. സംസാരിച്ച കൂട്ടത്തില് കളിയായിട്ടാ നവീൻ ചോദിച്ചത്. ദേവികയുടെ അനിയത്തിയെ കെട്ടിയാലോ എന്ന്. ശാരിക ഒന്ന് നവീന് വേണ്ടി ആലോചിച്ചാലോന്നാ ഇവര് പറയുന്നത്. ഞങ്ങള് മുരളേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാന്നാ കരുതിയ. മുരളേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. മുരളേട്ടന് ചെറിയൊരു പേടി. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് പറയാൻ നിങ്ങൾക്കൊരു മടി തോന്നും. അടുത്തറിയാവുന്നവരുടെ ആലോചനകൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ. ഞങ്ങൾ നോക്കിയപ്പോ ജാതകം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയേണ്ടി വരും. രണ്ടു കൂട്ടർക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാ മുരളേട്ടൻ മെല്ലെ മാറിയത്. ഞാൻ പക്ഷെ എന്തായാലും ചോദിക്കാന്ന് തന്നെ തീരുമാനിച്ചു. നവീൻ നല്ല പയ്യനാ, നല്ല ശമ്പളം ഉണ്ട്. അറിയുന്ന ആൾക്കാരാവുമ്പോ എല്ലാം കൊണ്ട് നല്ലതാന്ന് എനിക്കും തോന്നി. നന്ദ, അഭിപ്രായം എന്തായാലും തുറന്നു പറയാം. നമ്മുടെ ബന്ധത്തെ അതൊന്നും ബാധിക്കില്ല. അല്ല, ഇതിലിപ്പോ അഭിപ്രായം പറയേണ്ടത് ശാരിയും അച്ഛനും അമ്മയൊക്കെയാ. പക്ഷെ എന്ത് വേണമെന്ന് ദേവിക്ക് പറയാം. ഇങ്ങനെയൊരു കാര്യം അവതരിപ്പിക്കാൻ ഇത്ര വലിയ വളച്ചിട്ടൊന്നും വേണ്ടായിരുന്നു ഗൗരി. എന്റെ സഹോദരനെ കൊണ്ട് നിന്റെ സഹോദരിയെ കല്യാണം കഴിപ്പിക്കാൻ ഇഷ്ടമാണോ എന്ന് ഒറ്റ വാചകം മതിയായിരുന്നു, അല്ലേ നന്ദു? ഗൗരി, ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ അടുത്തെങ്ങും അനുഭവിച്ചിട്ടില്ല. ഗൗരിയുടെ വീട്ടിലേക്ക് ശാരിക അയക്കാന്ന് പറഞ്ഞ അത് ശാരികയുടെ ഭാഗ്യ. പിന്നെ ഗൗരിയുടെ സ്വഭാവവും വീട്ടുകാരെയും വെച്ച് നോക്കുമ്പോ നവീൻ എങ്ങനെയാവുമെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അഥവാ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അനിയന്റെ ഭാവിയല്ല ശാരികയുടെ ഭാവിയാവും ഗൗരി കൂടുതൽ ശ്രദ്ധിക്കാന്ന് എനിക്കറിയാം. എന്തായാലും ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. എല്ലാവർക്കും സന്തോഷമാവേ ഉള്ളൂ, അല്ലേ നന്ദു? സത്യം പറഞ്ഞ നമ്മൾ രണ്ടു കുടുംബങ്ങളുടെയും ബന്ധം ഒന്നും കൂടി അങ്ങ് ഉറയ്ക്കുമല്ലോ. ആ സന്തോഷത്തിലാ ഞാൻ ഈ കല്യാണം ആലോചിക്കുന്നത്. നന്ദനൊന്നും പറഞ്ഞില്ല. ദേവി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. ഒരു നല്ല കാര്യ ഞങ്ങൾ കേട്ടത്. എല്ലാരും കൂടി ആലോചിച്ചത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാ എന്റെ ആഗ്രഹം. അപ്പോ നമുക്കൊരു ചായ കുടിക്കാം, അല്ലേ ദേവി? ആയിക്കോട്ടെ, വാ. മുരളിക്കും താല്പര്യമായിരിക്കും അല്ലേ ആന്റി? പിന്നെ അത് പറയാനുണ്ടോ? ആ